UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് VD സതീശൻ അടുത്ത ദിവസം അവതരിപ്പിക്കുകയാണ്. വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുവെന്ന വസ്തുതകൾ നിലനിൽക്കുമ്പോഴും കേരള ജനത ഈ ബജറ്റിനെ വളരെ പ്രതീക്ഷയോടാണ് നോക്കിക്കാണുന്നത്. അവരുടെ നിത്യ ചെലവുകൾക്ക് പരിഹാരമാകുമോ? എന്തൊക്കെയാണ് കേരള ജനതയുടെ പ്രതീക്ഷകളെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. നടക്കണ കാര്യമല്ല പറയടാ. സാധാരണ എപ്പോഴും ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. എല്ലാത്തിനും വില കൂടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അത് കിട്ടാൻ തന്നെ നമ്മുടെ പൈസ ജോലികളില്ല. അതൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ പിന്നെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടന്നു പോകും. സത്യത്തിൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ പ്രതീക്ഷ ഈ മലയോര മേഖലയിൽ ഈ ആനകളും സിംഹത്തിനെയും പുലിനെയും പേടിച്ച് ജീവിക്കുന്ന ആളുണ്ടാവുമല്ലോ, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അതിന് നമുക്കും അറിയാം. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല, മാറ്റങ്ങളൊക്കെ ലോട്ടറിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണം നല്ലത്. 50 40 ആക്കുക, അതുപോലെ സമ്മാനങ്ങൾ കൂട്ടുക ഒക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. നല്ലതാണ്. കുറച്ചും കൂടി ഇതേപോലെയുള്ള കാര്യങ്ങൾ മോഡിഫിക്കേഷൻ വർക്ക്സിൻ്റെ ആണെങ്കിലും പിന്നെ പോരാതെ കുറെ കൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് വരുന്നതാണെങ്കിൽ കൂടുതൽ യുവാക്കൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ പറയുന്ന അനുസരിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകട്ടോ. പെട്രോളിന് വില കുറയ്ക്കാൻ വേണ്ടി ടാക്സ് കുറയ്ക്കാമെന്നൊക്കെ നേരത്തെ അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഉപകാരമാണ്. ആരാ മനസ്സിലായില്ല. നമുക്ക് പുതിയ സർക്കാരിനോട് ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടായി. പക്ഷെ തുടക്കം മുതൽ തന്നെ അത് തെറ്റിച്ചോണ്ടിരിക്കുന്നു. ഞാൻ UDF സപ്പോർട്ട് ചെയ്യണ ഒരു വക്താവാണ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കുറെ വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് നടപടിയാവും നമുക്കറിയാൻ പറ്റില്ല. അവർ തന്നെ നടപടിയൊക്കെ എത്താൻ അത് അവർക്ക് ഗുണപ്പെടും. എനിക്ക് പറയാനുള്ള ശരിയല്ല. ജീവിതത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അഭിനയിക്കാൻ അറിയില്ല. ഇപ്പം പെൻഷൻ കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ നടക്കട്ടെ. എനിക്കറിയില്ല അതിന് എങ്ങനെയൊക്കെ ആവും തീരുമെന്ന് പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്നും പറഞ്ഞു വരില്ലായിരുന്നു. ഇപ്പൊ ഈ ഓർഡിനറി ബസ്സൊക്കെ തന്നെ ഇപ്പൊ പല ഭാഗത്തും സിറ്റി ബസ്സാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കാണുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്നാലും ഉണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. വീടില്ലാത്ത ആൾക്ക് വീട്, ജോലി ഇല്ലാത്ത ആൾക്ക് ജോലി. അത് സതീശൻ ചേട്ടൻ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ്. അവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പിന്നെ പുതിയ ബഡ്ജറ്റ് നമുക്ക് നോക്കി കാണാം, പ്രതീക്ഷിക്കാം. പ്രതീക്ഷ ഉണ്ട്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിന്നെ ഒരുത്തനെ വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. പല പ്രഖ്യാപനങ്ങൾ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ പോരെ, എന്താണ് വരടേന്ന് നമുക്കറിയില്ലല്ലോ. ഇതിപ്പോ KSRTC ഇപ്പൊ സൗജന്യം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ കരുതി ഇതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പ്രാബല്യത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആ കാര്യം സത്യമായി. ഭാഗ്യം തലയില് വീണത് രക്ഷയായി. നന്ദിയുണ്ട്, സതീശനോട് നന്ദി പറഞ്ഞിട്ട്. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്നറിയില്ല. സ്ത്രീകളുടെ സൗജന്യ യാത്ര വളരെ നല്ല ഫേവറായിട്ട് നടക്കുന്നു. അതിലെല്ലാവർക്കും സന്തോഷമുണ്ട്. അതിൽ ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? ഇനി തപ്പാ സ്ഥലം ബാക്കിയൊന്നുമില്ല. മാറ്റം കഴിഞ്ഞ് നല്ലത് വരട്ടെ, അത്ര ഞാൻ കാണുന്നു. 10 കൊല്ലം കടന്ന് വലിയ മാറ്റമൊന്നും വന്നില്ലെന്ന് എനിക്ക് തോന്നണേ. ഇനി മാറ്റം വരുമ്പോ നല്ലതായിരിക്കണം എന്നാ ചോദിച്ചാൽ. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. ഇനി അടുത്തത് ക്ഷേമ പെൻഷൻ്റെ എങ്ങനെ വർധന ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളെ കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. കച്ചവടം ഇങ്ങനെയൊക്കെ പോകണം. മഴക്കാലത്ത് ആകുമ്പോൾ കച്ചവടമൊക്കെ കുറയും. ലോട്ടറി തന്നെ പോകണില്ല. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഈ വയനാട് മേഖലയെല്ലാം പുലിനെയും ആനേനെയും പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവർക്കാണ് മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തായാലും നല്ല തീരുമാനങ്ങളാണ്. അതിനോട് യോജിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ബഡ്ജറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരുടെ ഇതാണല്ലോ, അപ്പൊ അവരത് തീരുമാനിക്കട്ടെ. അത്ര നമുക്ക് പറയാനുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ക്ഷേമ പെൻഷൻ ഞങ്ങളൊക്കെ പെൻഷനേഴ്സാണ്. വല്ല പെൻഷനൊക്കെ കൂട്ടി കളി നമ്മളോടാ. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ മെച്ചം, വളരെ നല്ലത്. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്കേ. സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നിടത്ത് സാലറി ആണ് കിട്ടാത്തത്.
പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? അത് കുഴപ്പമില്ല, അവർ തുടങ്ങിയിട്ടുള്ളല്ലോ, എന്തെങ്കിലും തുടങ്ങിയിട്ടുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വരട്ടെ, വരുമ്പോ നോക്കാം. വന്നതിന് മോൾ എങ്ങനെ അഭിപ്രായം വേണം? വരട്ടെ. ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പ്രശ്നട്ടാ. നല്ലത് വരണം, നല്ല ഭരണം കാഴ്ചവെക്കാനാണ് ഇവർ കയറിയിരിക്കുന്നത്. അവരെ കൊണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൈവജന അത് നടത്താൻ അവർക്ക് അനുഗ്രഹം വന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും പറഞ്ഞു. ഒരു 20 മുട്ടിപ്പോയ ഒരു 24 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. അതനുസരിച്ച് സാലറിയും കിട്ടണം, സാധനങ്ങൾക്ക് വില കൂടുമ്പ അല്ലേ? നടക്കണ കാര്യം വല്ല പറയടാ. പിന്നെ ഈ പറഞ്ഞ പോലെ പോർട്ട് തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതേപോലുള്ള സീ സൈഡുകളെല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കൂടുതൽ ജോലി അവസരങ്ങൾ വരുവാണ്, തൊഴിലവസരങ്ങൾ വരിക. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സർക്കാർ ഇപ്പൊ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് നല്ല കാര്യങ്ങൾ. പക്ഷെ ഇത് പ്രാവർത്തികമാവോ, ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് വലിയ ഉറപ്പില്ലല്ലോ. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഞാനും പെണ്ണുമുള്ളോട് പോയപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്ത് ഭാര്യയ്ക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ശമ്പളം കുറവാണ്, അപ്പൊ അത് കൂട്ടാനുള്ള വല്ല പരിപാടി നോക്കണം. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. പിന്നെ വീട്ടമ്മ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവുമെങ്കിൽ ഏറ്റവും നല്ലത്. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. അപ്പോൾ അതുപോലെ ക്ഷേമ പെൻഷന് വികസനം ഉണ്ടാവും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രവർത്തനം നമ്മൾ നല്ലത്, അല്ലെങ്കിൽ തന്നെ പ്രവർത്തനം പുള്ളിയുടെ തുടക്കം നല്ലത് തന്നെ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. വേണ്ടില്ല, പെട്രോളിന് കൂടിയില്ലോ, ഈ ഗ്യാസിന് ഒറ്റ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വീട്ടിലും ഗ്യാസാണ്. അതിൻ്റെ അടുത്ത് വന്നില്ലേ, നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, കൊടുക്കണ്ട അമ്മ. അപ്പം എന്തെങ്കിലും കാശ് കേൾക്കുന്ന ഉപയോഗിക്കും സാധാരണക്കാർ. സാധാരണ കൂലിപ്പണി ഉള്ള ആൾക്കാരെ എങ്ങനെ ഉപയോഗിക്കും? വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. അതിന് സർക്കാർ തുടങ്ങിയല്ലേ ഉള്ളൂ. വരട്ടെ, തുടങ്ങി വരട്ടെ. ഇപ്പഴേ പറയണ എങ്ങനെയാ? വരട്ടെ, ഒരു തുടക്കമല്ലേ. ആരാ അത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം. അതിന് വേണം, തീർച്ചയായിട്ടും വേണം. അത് സാധാരണക്കാർക്ക് ജീവിച്ചു പോകണമല്ലോ. അപ്പം ഇച്ചിരി വില കുറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അങ്ങനെ സർക്കാർ വിചാരിച്ചാൽ ഒരുപാട് വീട്ടമ്മമാർ അതുകൊണ്ട് ജീവിച്ചു പോവാ എന്ന് വിചാരിക്കുന്നു. നീ ഒരു പൊമ്പളെ, ഒരു ആമ്പളക്കിട്ട് ഇന്റെ മാതിരി പേസതൊക്കെ ഉനക്ക് അച്ചമില്ലേ, വെക്കമില്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ അവര് കേൾക്കോ? അത് തന്നെ. ഇപ്പൊ ജോലി ഇല്ലാത്ത ഒരുപാട് യുവാക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഓരോ ജോലി, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ജോലി ഇല്ലാതൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഓരോ ജോലി, പഠിപ്പനുസരിച്ചുള്ള ജോലി അത്രയും നല്ലത്. അങ്ങനെ ഒരു ഇത് നമുക്കുണ്ട് സർക്കാരിനോട്. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. ഞങ്ങളുടെ മെഡിസെപ്പ് അതൊന്നും വേണ്ട, അതിനൊന്നും ഒരു ഗുണം. ഞാൻ പെൻഷൻ പറ്റിയിട്ടാണ് 20 കൊല്ലമായി, 10 പൈസയുടെ ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി വേണോര് കയറട്ടെ, വേണ്ടാത്തവരെന്നൊക്കെ ഈ പെൻഷനിൽ നിന്ന് കിട്ടണേന്ന് അതിൽ നിന്നൊക്കെ പിടിച്ച് പറിക്കണേന്തിനാ. ഇപ്പൊ 800 രൂപയൊക്കെ ആക്കിയതുകൊണ്ട് 500 ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? പിന്നെന്താണ്, എന്താ പറയേണ്ടത്? പിന്നെന്താ വലുതും പറയണ്ട. നമ്മളില്ലേ എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.